ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഒരു അപ്ഡേറ്റ്, ഒരു കിടിലൻ അപ്ഡേറ്റ് ആണ്. ഓഫീസർ ഓൺ ഡ്യൂട്ടി സിനിമ റിവ്യൂ പറഞ്ഞ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നിർത്താം. അതായത് ഈ സിനിമ ഞാനിത് പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കുഞ്ചാക്കോന് ചെയ്യാൻ പറ്റുമോ എന്നാണ്. പക്ഷെ അത് 100% നീതി പുലർത്തിയിട്ടുണ്ട് ഈ ക്യാരക്ടർ. അതായത് സാധാരണ കുഞ്ചാക്കോന് പോലീസ് വേഷം കഥാപാത്രങ്ങളൊക്കെ പറ്റുമെന്ന് പറഞ്ഞ് ചിലവർ വിചാരിക്കുന്നുണ്ടാവും. പിന്നെ ചിലവർ റിവ്യൂ കൊടുത്തു. അതായത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ സിനിമ നല്ല സിനിമയൊക്കെ അത് ഇഷ്ടപ്പെട്ടില്ല, അത് പറയാം, നമുക്ക് ഫ്രീഡം ഉണ്ട്. പക്ഷേ അതെന്തും പൊട്ടത്തരം വിളിച്ച് പറയരുത്. തിയേറ്ററിൽ കുറച്ച് റിവ്യൂ ഉണ്ട്, ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ അത് ഞാൻ പറഞ്ഞു ഇത് അതായത് കുഞ്ചാക്കോവൻ്റെ ഞാൻ പറഞ്ഞില്ല, കുഞ്ചാക്കോന് പോലീസ് കഥാപാത്രം ചേരില്ല എന്ന് പറയുന്ന അവർ പോലെ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടും. അത്രക്കും ആ ഒരു ക്യാരക്ടർ സ്ട്രോങ് ആണ്. അതായത് ഫസ്റ്റ് നായകൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ തൊട്ട് കഥാപാത്രത്തിൻ്റെ അവിടെ നിന്ന് തന്നെ കഥാപാത്രത്തിൻ്റെ ഒരു ചെറിയൊരു മോഷണമാണ്, ഒരു മാലമോഷണം. അവിടെ നിന്ന് ഈ കഥാപാത്രം സ്ട്രോങ് ആണെന്ന് നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാക്കി തരും. അതൊരു ബ്രില്യൻസ് ആണ്, ഒരു എഴുത്തുകാരൻ്റെയും പിന്നെ അത് ഡയറക്ഷൻ്റെ ഒരു ബ്രില്യൻസ് ആണ്. എവിടെ അത് കൊള്ളേണ്ട രീതി കൊള്ളണം, എവിടെ രീതിയിൽ അത് എന്താണ് പ്ലേസ് ചെയ്യണം, അതൊക്കെ ആ രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട്. കുഞ്ചാക്കോൻ അടിപൊളിയായിട്ടുണ്ട്. അതായത് പുള്ളിയുടെ കരിയറിൽ തന്നെ പോലീസ് കഥാപാത്രത്തിൻ്റെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു ക്യാരക്ടർ വന്നെങ്കിൽ ഇതിനും വലിയൊരു പടം ചെയ്യേണ്ടി വരും. പക്ഷേ ഫസ്റ്റ് എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ ചെയ്ത കഥാപാത്രങ്ങളിൽ പോലീസ് ഓഫീസറിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഞാൻ പറയും ഓഫീസർ ഓൺ ഡ്യൂട്ടി സിനിമയിലെ കഥാപാത്രമാണ്. പിന്നെ ബാക്കി സപ്പോർട്ടിങ് ആക്ടർ ബാക്കി കുറച്ച് പേരൊക്കെ ഉണ്ട്, അത് ഞാൻ പറയണില്ല. നിങ്ങൾ റിവ്യൂ ഇപ്പോൾ ചിലവരെ റിവ്യൂ കേട്ടൊക്കെ ബോറടിച്ചാണ്, പിന്നെ ഞാൻ പറയുന്നില്ല. പിന്നെ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതിൻ്റെ അതായത് സിനിമാറ്റോഗ്രാഫി റോബിൻ വർഗീസ് നല്ല അടിപൊളിയായിട്ട് കേട്ടിട്ടുണ്ട് സിനിമാറ്റോഗ്രാഫി. റൈറ്റർ ഷാഹിൻ കബീറാണ് എൻ്റെ റൈറ്റർ. പിന്നെ അതുപോലെ തന്നെ എഡിറ്റ് ചമൻ ചാക്കോ. അപ്പോൾ അത് തന്നെ അറിയാം, ഒരു ടീം മൊത്തം ഈ സിനിമയ്ക്ക് വേണ്ടി എന്താ പറയുക സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ഇതാണ് ഇപ്പോൾ ഇന്നലെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ഒരു തട്ടിക്കൂട്ട് സിനിമയല്ല. ഞാൻ പറയാം, ക്യാരക്ടർ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, സ്റ്റോറി എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, മൊത്തവും എഡിറ്റ് സിനിമാറ്റോഗ്രാഫി. അത് പിന്നെ ഒരു കാര്യം വിട്ടു, ഈ ജെയ്ക്സ് ബിജോയാണ് എൻ്റെ മ്യൂസിക് ഡയറക്ടർ. അതും ഒന്നും പറയണില്ല, അതും അടിപൊളിയായിട്ടുണ്ട്. മൊത്തത്തിൽ എന്താ പറയുക വേറൊരു റേഞ്ച്. ജിത്തു അഷറഫാണ് സിനിമ സംവിധാനം ചെയ്തത്. എനിക്ക് തോന്നുന്നു ഈ ഡയറക്ടറിൻ്റെ ഫസ്റ്റ് പടമാണ്. അതെന്തായാലും എനിക്ക് ഈ ഇറങ്ങിയേക്കൾ വെച്ച് ഈ വർഷത്തെ ഞാൻ കണ്ട ഫസ്റ്റ് പടം ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ബാക്കി ഇഷ്ടപ്പെടാത്തവരോ ഇഷ്ടപ്പെട്ടവരോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചെയ്യുമോ. ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ. പിന്നെ കുറച്ച് നെഗറ്റീവ്സ് കണ്ടായിരുന്നു. നെഗറ്റീവ് അത് ഓരോരുത്തർക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടില്ലെങ്കിൽ പോയി കാണുക. തിയേറ്റർ എക്സ്പീരിയൻസ് അല്ല, ഈ പടം മസ്റ്റായിട്ട് നിങ്ങൾ കാണണം. പടം അടിപൊളി പടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. അതായത് കുഞ്ചാക്കോൻ്റെ ക്യാരക്ടറാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അതായത് ആ ക്യാരക്ടർ അടിപൊളിയായിട്ടുണ്ട്. ഇതിനു മുമ്പ് പോലീസ് കഥാപാത്രം കണ്ടത് മറ്റേ ആൻ്റണി മോസസ് എന്ന് പറഞ്ഞ മുംബൈ പോലീസിലാണ്, പൃഥ്വിരാജിൻ്റെ. അതൊരു ടെറർ പോലീസാണ്. ഇതും ഒരു സൈക്കോ പോലീസ് ഓഫീസറാണ്. സൈക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാരക്ടർ പരിചയപ്പെടുത്തി കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. സൈക്കോ ആണ്, അതിനൊപ്പം തന്നെ ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ഫോളോ അപ്പ് ചെയ്യുന്നൊരു പോലീസുമാണ്. അത് ഉടനീളം എനിക്കത് മനസ്സിലായി. വെറുതും തട്ടിക്കൂട്ട് വന്നിട്ട് കേസ് തെളിയിച്ച് പോകണമല്ല, ഫോളോ അപ്പ് ഉണ്ട് ഈ ഓഫീസറിന്. അപ്പോൾ എന്തായാലും കണ്ടിട്ട് അഭിപ്രായം പറയൂ.